Hi all, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വെള്ളപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ അരി അരക്കാതെയാണ് ട്ടോ. അപ്പോൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയാൽ ഇതുപോലെ വെള്ളപ്പം ഉണ്ടാക്കി എടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെള്ളപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടി ഈ ഒരു തരിയുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അതായത് നമ്മൾ പുട്ടുപൊടി ഉണ്ടല്ലോ, വറുത്ത് വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും കപ്പി കാച്ചാൻ എടുക്കുന്നത് കുറച്ച് തരിയുള്ള പൊടിയാണെങ്കിൽ നല്ലതാണ്. കാരണം അപ്പത്തിന് ഒട്ടലൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പുട്ടുപൊടി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നൈസ് പത്തിരിപ്പൊടി ഉണ്ടാവുമല്ലോ, അതെന്നെ എടുത്താൽ മതി. പുട്ടുപൊടി ഉണ്ടെങ്കിൽ കപ്പി കാച്ചാൻ പുട്ടുപൊടി തന്നെ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 240 ml ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ തന്നെ കുറച്ച് നേരം ഇളക്കി ഇതാവുന്ന തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ നമ്മൾ സാധാരണ നൈസ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതിലും വേഗം തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അത് നമുക്ക് ഫാനിൻ്റെ ചോട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക, അത് പെട്ടെന്നൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ചൂടാറിയിട്ടുള്ള ഈ ഒരു കപ്പി കാച്ചിയതുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അത് കണ്ടോ കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ വെള്ളമൊക്കെ അളന്നെടുത്തിട്ടുള്ള ഒരു സെയിം ഗ്ലാസ് തന്നെയാണ് കേട്ടോ അളവ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ തേങ്ങ ചെരുവിയത് നമ്മൾ ഗ്ലാസ്സിന് വടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു നൈസായിട്ടുള്ള പൊടിയാണ്. അത് നമ്മൾ ഒരു ഗ്ലാസ് കുമിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് 240 ml ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് വരുന്ന ആ ഒരു രീതിയിൽ കുമിച്ചെടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അപ്പൊക്കെ ചുടുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അപ്പത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരിക. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരികയും ചെയ്യും. നന്നായിട്ടൊന്ന് മൊരിഞ്ഞും വരും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ മതി. അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങയും പൊടിയും ഒക്കെ അളന്നെടുത്തിട്ടുള്ള ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോഴേക്കും എൻ്റെ ജാറൊന്ന് നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ജാറിൽ തന്നെ ഇത് കൊള്ളും കേട്ടോ. വെള്ളം മൊത്തത്തിൽ കൊള്ളും. അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാണ് നമ്മുടെ ഇത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊടിയും തേങ്ങയും ഒരു അടിയിലുള്ള നമ്മൾ കപ്പി കാച്ചിയതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇത്രയും വെള്ളമേ ഉള്ളൂ ഇതിൽ ബാക്കിയുള്ളത് 1.5 ഗ്ലാസ്സിൽ. ഇനി നമുക്ക് ജാർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ മാവ് ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവുള്ളത്. ഇനി ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചുടുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്പം ചുറ്റിച്ചെടുക്കാനുള്ള ഒരു പാകത്തെ കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്.
ഇനി നമുക്ക് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 8 മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങി കിട്ടും. പിന്നെ തണുപ്പുള്ള ഇപ്പോൾ മഴയുള്ള സമയമൊക്കെ ആയതുകൊണ്ട് 8-9 മണിക്കൂറൊക്കെ ആവും കേട്ടോ മാവ് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു രാത്രി 10 മണി നേരത്തൊക്കെയാണ് മാവ് അടിച്ചു വെച്ചത്. ഇപ്പോൾ സമയം ഒരു രാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായിട്ടുള്ള വെള്ളപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊരു 2 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ മതി. 1.5 മിനിറ്റൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക. അപ്പോഴേക്കും നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് അപ്പം എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.